ഹായ് ഫ്രണ്ട്സ്, ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് ഹണി റോസ് എന്ന സിനിമാ നടിക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങളും അവർക്കെതിരെയുള്ള സോഷ്യൽ മീഡിയ അധിക്ഷേപങ്ങളുമാണ്. ഈ സോഷ്യൽ മീഡിയ അധിക്ഷേപങ്ങളുടെ എല്ലാം അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് പെട്ടെന്ന് പ്രസിദ്ധനാകാനുള്ള ഒരു ഷോർട്ട് കട്ട് തന്നെയാണ്. അതായത് ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനൽ കയറി ആദ്യം തന്നെ വലിയൊരു കമന്റ് അങ്ങ് ഇടുക, നിലവാരമില്ലാത്ത ചീഞ്ഞ കമന്റ്. അതൊന്നും രണ്ട് സെന്റൻസ് ആയിരിക്കില്ല, നീണ്ട കമന്റ് ആയിരിക്കും. പിന്നാലെ വരുന്നവരൊക്കെ അത് വായിക്കും, കൂടെ അയാളുടെ പേരും. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഈ പേര് ചെന്നെത്തുന്നു. അത് തന്നെ അടിസ്ഥാനപരമായി ഇതിൻ്റെയോ കാരണം. പിന്നെ ഇതിൽ പെടാത്ത കുറെ ഞരമ്പന്മാർ കാണും. അതെല്ലാ ചാനലിലും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഉണ്ട്. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരങ്ങനെയാ. അർഹിക്കുന്ന അവജ്ഞയോടെ അവരെയൊക്കെ അവഗണിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല പോംവഴി. അവർക്ക് യാതൊരു നിയന്ത്രണവും ഉണ്ടാവുകയില്ല. ഏത് വാക്ക് ഉപയോഗിക്കണം, സഭ്യമാണോ സഭ്യേതരമാണോ, ഒരു കൺട്രോളുമില്ല. പക്ഷെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായ ഒരു കഥാപാത്രമാണ് ബോച്ചെ എന്ന് വിളിക്കപ്പെടുന്ന ശ്രീ ബോബി ചെമ്മണ്ണൂർ. സാമാന്യം നല്ല സമ്പന്നനായ അദ്ദേഹത്തിന് സിനിമയെന്ന് പറയുന്ന ഒരു പ്രൊഫഷനായി, ഒരു തൊഴിലായി കൊണ്ടു നടക്കുന്ന ഒരു സിനിമാ നടിയെ ഇങ്ങനെ ആക്രമിക്കേണ്ട കാര്യം എന്താണ് എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവർക്കതൊരു പ്രൊഫഷനാണ്, തൊഴിലാണ്. ഉദ്ഘാടനത്തിന് അവർ പോകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ പോലെ തന്നെ അവരും പോകുന്നു, അത്രേ ഉള്ളൂ. നമുക്കറിയാം, ശ്രീ മമ്മൂട്ടിയോ മോഹൻലാലിനെയോ ഒക്കെ ഒരു ഉദ്ഘാടനം വിളിക്കണമെങ്കിൽ ലക്ഷങ്ങളും കോടികളും വേണ്ടി വരും. താരതമ്യേന റേറ്റ് കുറവായിരിക്കും ഇത്തരം നടിമാർക്ക് ഉദ്ഘാടനം വരുന്നതിൻ്റെ ചെലവ്. അതുകൊണ്ടാണ് പലരും അവരെ വിളിക്കുന്നത്. അവർ വന്നാൽ തീർച്ചയായും ആൾ കൂടുകയും ചെയ്യും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ഒരാൾ ഇവരെ ഇങ്ങനെ പിന്നാലെ കൂടി ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക, അത് ആ മനുഷ്യൻ ചേർന്നാണോ എന്ന് അദ്ദേഹം സ്വയം ആലോചിക്കേണ്ടതാണ്. നമുക്കറിയാം, ചട്ടയും മുണ്ടും ധരിച്ച് നടക്കുന്ന ആ മനുഷ്യൻ പലപ്പോഴും കോമാളി വേഷം കെട്ടാറുണ്ട്. ആ പെൺപിള്ളയുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ ചീഞ്ഞ വെളിവ് പറയുക, അത് ഫോട്ടോഗ്രാഫറെ വെച്ച് വീഡിയോ എടുക്കുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. എന്തൊരു സന്തോഷമാണാവും അദ്ദേഹത്തിന് ഇതിലൂടെയൊക്കെ ലഭിക്കുന്നത്. ഓരോരോ ജന്മങ്ങൾ, പാഴ് ജന്മമോ ആവോ.